ശാസ്ത്രമെല്ലാം പറയുന്നത് ശിവനേക്കാൾ ലോകത്തെ മുഴുവൻ സംഗ്രഹിക്കുന്ന ആൾ ബ്രഹ്മനിഷ്ഠയോടുകൂടി സംഹരിക്കുന്നു എന്നാണ് വേദാന്ത ശാസ്ത്രം പറയുന്നത്. ശിവനെക്കുറിച്ചൊക്കെ, അതായത് ഈ ധർമ്മം അധർമ്മം, എന്താ ധർമ്മം എന്താ അധർമ്മം ഒരു നിശ്ചയവുമില്ലേ. ഭാഗവതത്തിൽ ഒരു ഭാഗമുണ്ട്, ഒരിക്കൽ ശിവനും പാർവതീദേവിയും രണ്ടുപേരും നഗ്നരായി ആലിംഗനബദ്ധരായി ഒരു കാളയാണ് വാഹനം, മുതുകാളയുടെ പുറത്ത് കയറി ജനത്തിരക്കുള്ള പട്ടണത്തിൽ കൂടെ സഞ്ചരിക്കുകയാണ്. അപ്പോൾ ചിത്രകേതു എന്ന് പറയുന്ന ഒരു ഗന്ധർവൻ, അയാൾക്ക് ഇത് കണ്ടിട്ട് തീരെ പിടിച്ചില്ല. അയാൾ അല്പം ഒന്ന് പരിഹസിച്ചു. ഈ ചിത്രകേതു ബ്രഹ്മാനുഭവം നേടാൻ ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഗന്ധർവനാണ്, നല്ലവനാണ്. അദ്ദേഹം മുമ്പൊരു രാജാവായിരുന്നു. അവിടെ നിന്നും മുനിയിൽ നിന്നും ഉപദേശമൊക്കെ വാങ്ങിച്ച് ഗന്ധർവ ജന്മം കിട്ടിയ ആളാണ്. അതുകൊണ്ട് സത്യദർശനം ആഗ്രഹിക്കുന്നയാളാണ്. എങ്കിലും പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ പരിഹാസം വന്നു. കണ്ടോ, അത് പ്രകൃതി പിടിച്ചു ചുഴറ്റലല്ല, അത് സ്വാഭാവികമായി തന്റെ വാസന കൊണ്ട് വന്നുപോയി. അയാൾ പരിഹസിച്ചു ദേവിയെയും ശിവനെയും. ഇത് ഭാഗവതത്തിൽ ഗംഭീരമായിട്ട് വർണ്ണിച്ചിട്ടുള്ള കാര്യമാണ്. ഇതെന്താ ഈ ശിവനും പാർവതിയും കാണിക്കുന്നത്? വെറും പ്രാകൃതരായ ജനങ്ങൾ പോലും ഇങ്ങനെ ഒന്നും കാണിക്കില്ലല്ലോ എന്ന് പറഞ്ഞ് പരിഹസിച്ചു. പരിഹാസം കേട്ടിട്ട് ശിവൻ ചിരിച്ചു. പക്ഷേ ദേവിക്ക് അല്പം ദേഷ്യം വന്നു. ദേവി അറിയാതെ ദേഷ്യപ്പെട്ടതല്ല, അറിഞ്ഞുകൊണ്ട് ഇവനെ അങ്ങനെ വിട്ടാൽ കൊള്ളില്ലല്ലോ. ഇവനാരാ ഇവിടെ ധർമ്മം നിശ്ചയിക്കാൻ? ഈ ലോകത്ത് ധർമ്മമേത് അധർമ്മമേത് എന്ന് നിശ്ചയിക്കാൻ ഈ ചിത്രാംഗതൻ എന്ന ഗന്ധർവൻ ആരാണ്? അങ്ങനെയാണോ? നീ പരിഹസിക്കുന്നോ? നീ അസുരനായി ജനിക്കട്ടെ എന്ന് ശപിച്ചു. ശാപം കേട്ടുകഴിഞ്ഞപ്പോ ഗന്ധർവന് കാര്യം മനസ്സിലായി. നമ്മളാരാ ഇവിടെ അധർമ്മവും ഒക്കെ നിശ്ചയിക്കാൻ? അവർ ശിവനും പാർവതിയും അവരുടെ ഇഷ്ടം പോലെ ജീവിക്കുന്നു, ജീവിക്കട്ടെ. നിങ്ങളെന്തിനായി ഇതൊക്കെ വിമർശിക്കാൻ പോകുന്നത്? വിമർശിച്ചുകൂടെ എന്നൊന്നുമല്ല. ഈ ലോകത്ത് ചെയ്യേണ്ടതൊരൊറ്റ കാര്യം മാത്രം. എന്തധർമ്മം കണ്ടാലും എന്ത് ധർമ്മം കണ്ടാലും അതിൽ ജഗദീശ്വരനെ കാണുക. നിങ്ങൾക്കത് സാധിക്കുമോ? അല്ലാതെ അധർമ്മമൊക്കെ മാറ്റിയിട്ട് ഈ ലോകത്തെ പൂർണ്ണമായും ധർമ്മത്തിൽ പ്രതിഷ്ഠിക്കാൻ ആർക്കാ സാധിക്കുക? എന്തായാലും ദേവിയുടെ ശാപം കേട്ടപ്പോ ചിത്രഗതന് മനസ്സിലായി. അയാൾ ഈ സത്യം അറിയാൻ ശ്രമിക്കുന്ന ആളാണ്. പെട്ടെന്ന് രഥത്തിൽ നിന്നും താഴെ ഇറങ്ങി അമ്മയുടെ കാൽക്കൽ വീണ് നമസ്കരിച്ച്, അമ്മേ, ഞാൻ ഈ ശാപം ഒരു അനുഗ്രഹമായി കരുതുന്നു. ഞാൻ ഈ സത്യം ഉറപ്പിക്കും, അതിലമ്മ സംശയിക്കുകയേ വേണ്ട എന്ന് പറഞ്ഞ് പുഞ്ചിരി തൂകി അവിടുന്ന് പോയി എന്നാണ്. അപ്പൊ ശിവൻ ദേവിയോട് പറയുന്നു, ദേവി നോക്ക്, എന്റെ ഭക്തന്മാരുടെ ധൈര്യം നോക്ക്. നീ അയാൾ അസുരനായി ജനിക്കുമെന്ന് പറഞ്ഞിട്ട് പോലും അയാൾ അശേഷം കൂട്ടാക്കിയില്ല. ചിരിച്ചോണ്ട് നിന്റെ കാൽക്കൽ വീണ് ക്ഷമ ചോദിച്ച് ഇതാ അസുരനായി ജനിക്കാൻ തീരുമാനിച്ച് വിട്ടുപോകുകയും. ഈ ചിത്രാംഗതനാണ് വൃത്രാസുരനായി ജനിച്ചത്. വൃത്രാസുരനും ജനിച്ചപ്പോൾ തന്നെ നല്ല ഉറപ്പുറ്റ ബ്രഹ്മനിഷ്ഠ. വൃത്രാസുരനും ഇന്ദ്രനും തമ്മിലുള്ള യുദ്ധമുണ്ട്. അപ്പൊ വൃത്രാസുരൻ നല്ല ബ്രഹ്മനിഷ്ഠ. ഇന്ദ്രൻ വജ്രവും ഉണ്ടാക്കി വൃത്രനെ വധിക്കാൻ കാത്തു നിൽക്കുകയാണ്. വജ്രം കൊണ്ട് താൻ മരിക്കുമെന്ന് വൃത്രന് നല്ലവണ്ണം അറിയാം. വൃത്രൻ പറയുന്നു, എടോ ഇന്ദ്ര, നീ ഞാനും ഒന്നാണ്. നമ്മളിപ്പോ യുദ്ധമൊക്കെ ചെയ്യുന്നു, പക്ഷെ നീ ഞാനും ഒന്നാണ്. എനിക്ക് അശേഷം പേടിയില്ല.
പക്ഷെ ഞാൻ മരിക്കുന്ന നിമിഷം വരെ നിന്നെ തകർക്കും. വെറുതെ നാടകം, നമ്മളെ നാടകം. എന്റെ പാർട്ട് ഇതാണ്, ഞാനിത് ഭംഗിയായി അഭിനയിക്കും. ഇന്ദ്രൻ അത്ഭുത പരതന്ത്രനായിത്തീരുകയാണ്. ഈ അസുരന് പോലും ഇന്ദ്രന് ഈ ബ്രഹ്മബോധമില്ല, അശേഷമില്ല. എനിക്ക് സ്വർഗം വേണം, കാമധേൻ വേണം, കൽപ്പവൃക്ഷം വേണം എന്നൊക്കെയുള്ള ആഗ്രഹത്തിലാണ് ഇന്ദ്രൻ കഴിഞ്ഞുകൂടുന്നത്. എന്തായാലും വൃത്രാസുരന്റെ ബ്രഹ്മബോധം കണ്ടിട്ട് അത്ഭുതപരതന്ത്രനായി ഈ അസുരജന്മത്തിൽ വന്ന ഇയാൾക്ക് പോലും ഇത്ര ഉറപ്പുറ്റ ബ്രഹ്മബോധം വന്നല്ലോ, എന്തൊരാശ്ചര്യം എന്ന് ഇന്ദ്രൻ അത്ഭുതപ്പെടുകയാണ്. ഇതൊക്കെ ഭാഗവതത്തിലെ കഥയാണ്. ഞാൻ ഇതൊക്കെ എന്തിനെന്ന് പറയുന്നു എന്ന് വെച്ചാൽ, ഈ ബ്രഹ്മബോധം, ഉറപ്പുറ്റ ബ്രഹ്മബോധം വന്നാൽ അങ്ങനെയുള്ള ആളിന്റെ ശരീരചലനത്തെക്കുറിച്ച് പുറത്തുനിന്ന് ആർക്കും ഒന്നും വിലയിരുത്താൻ സാധ്യമല്ല. അത് അതിന്റെ മായാനിയമം, പ്രാരബ്ധം എന്നൊക്കെ ആളുകൾ പറയുന്നത് മായാനിയമം, അതനുസരിച്ച് അങ്ങ് നടന്നോളും, ഒടുവിൽ ഇല്ലാതാവുകയും ചെയ്യും. അത് ബ്രഹ്മനിഷ്ഠന്റെ ബ്രഹ്മാനുഭവത്തെ ലേശം പോലും ബാധിക്കില്ല. ബ്രഹ്മം കർമ്മവുമായി ബന്ധപ്പെട്ട ഒരു വസ്തുവേ അല്ല, കർമ്മത്തിന്റെ നിഴൽ പോലും അതിലില്ല. ഗുരുദേവൻ പറയുന്നു, പ്രാരബ്ധം കൊന്നു സഞ്ചിതം തവയ്ക്കും. നിനക്കെന്ത് പ്രാരബ്ധം, എന്ത് സഞ്ചിതം? കർമാപ്യാസത്, കർമ്മം ഇല്ലാത്തതാണ്. ഈ പദ്യത്തിൽ അതാണ് പറയുക. ആകൃതി പ്രകൃതി പിടിച്ചു ചുഴറ്റിടും പ്രകാരം സുകൃതികൾ പോലും അഹോ ചുഴന്നിടുന്നു. അവിടെ ബ്രഹ്മനിഷ്ഠന്മാരുടെ ശരീരചലനം അല്ല ഗുരുദേവൻ അർത്ഥമാക്കുന്നത്. ദുർവാസാവിനെ പോലെയുള്ള ഗർവിഷ്ഠന്മാർ, വേദാന്തമൊക്കെ പഠിച്ചു എന്ന് വെറുതെ അഭിമാനിക്കുന്നവർ, അവരുടെ അറിവും അല്പമായ ചില സിദ്ധികളും ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി രാപകൽ ഉപയോഗിക്കുക. ഒടുവിൽ കൂരിരുട്ടിൽ ജീവിതത്തെ കൊണ്ടുചെന്ന് എത്തിക്കുക. അതുതന്നെ അവിദ്യയെ ഉപാസിക്കുന്നവർ അന്ധതമസ്സിലും പോകുന്നു. ഗുരുദേവൻ പറയുന്നുണ്ട്, ഈശാവാസ്യോപനിഷത്തിന്റെ തർജ്ജിമ, വിദ്യാരേതർ എന്ന് പറഞ്ഞാൽ വിദ്യ പൂർണ്ണമായില്ല, ബ്രഹ്മനിഷ്ഠ ഉറപ്പ് വന്നില്ല. അതിനു മുമ്പ് ചില ചില്ലറ സിദ്ധികളും കാര്യങ്ങളും ഒക്കെ കിട്ടി, അതുകൊണ്ട് ഭൗതികമായ നേട്ടങ്ങൾ കൊയ്യാൻ ശ്രമിക്കുന്നവർ, അവരാണ് വിദ്യാരഥർ. അതേക്കാൾ കൂരിരുട്ടിലും വെറും അവിദ്യാരഥർ എത്തുന്ന കൂരിരുട്ടിനേക്കാൾ കടുത്ത കൂരിരുട്ടാണ്. അവിദ്യയിൽ കഴിയുന്നവരെത്തുന്നതിനേക്കാളും കടുത്ത കൂരിരുട്ടിലാണ് വിദ്യാരഥർ. അല്പം ചില വിദ്യയൊക്കെ കിട്ടിയിട്ട് അത് വെറും ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക. ഇതാണ് അത്ഭുതകരമായ ഇതിൻ്റെയൊക്കെ രഹസ്യങ്ങൾ. അപ്പൊ എന്താ വേണ്ടത്? തൽക്കാലം നമുക്ക് എന്തെല്ലാം ന്യൂനതകളുണ്ടായാലും ചില സാധനാഘട്ടം സിദ്ധി വന്നില്ല, ആകൃതി ആണ് സിദ്ധി. ഈ പദ്യത്തിൽ പറയുന്ന ആകൃതി എന്ന് വെച്ചാൽ എന്താ? കൃതി എന്ന് വെച്ചാൽ കർമ്മം, ആകൃതി അകർമ്മം. കർമ്മമില്ലാത്ത വസ്തുവിനെ നേടുക, വസ്തുവിനെ അനുഭവിക്കുക, അതാണ് ആകൃതി. പ്രകൃതി പിടിച്ച് ചുഴറ്റിടും പ്രകാരം സുകൃതികൾ പോലും അഹോ ചുഴന്നിടുന്നു. വികൃതി വിടുന്നതിനായി വേല ചെയ്യില്ല. വികൃതി എന്ന് വെച്ചാൽ ഭൗതിക മോഹം വിടാൻ കാര്യമായി യത്നിക്കുന്നില്ല, ലക്ഷ്യനിശ്ചയമില്ല. ഭൗതിക മോഹത്തിൽ ആണ്ടുപോകുന്നു. പണം, പേര്, പെരുമ, ശിഷ്യസമ്പത്ത്, സാധാരണ ലൗകികനേക്കാൾ ചിലപ്പോൾ കഷ്ടം, അതൊക്കെ നേടുന്നു എന്ന് വിചാരിച്ച ഒരു ഘട്ടം വരെ എത്തുന്നു, ജീവിതം അവസാനിക്കുന്നു. എന്നാൽ പൂർണ്ണമായ സത്യബോധം ഉണ്ടായോ? അതൊട്ടുണ്ടായും ഇല്ല.
അങ്ങനെയുള്ളവരെയാണ് പ്രകൃതി പിടിച്ചു ചുഴച്ചിടും പ്രകാരം സുകൃതികൾ പോലും അഹോ ചുഴന്നിടുന്നു. വികൃതി വിടുന്നതിനായി വേല ചെയ്യുകയില്ല. വികൃതി വിടാൻ വേണ്ടി, വികൃതി എന്ന് പറഞ്ഞാൽ ഭൗതിക മോഹത്തിന്റെ ഫലമായുണ്ടാകുന്ന നിരന്തരമായ രാഗദ്വേഷങ്ങൾ, ഭേദചിന്തയിൽ ഉടലെടുക്കുന്ന രാഗദ്വേഷങ്ങൾ, ഇവ വിടാൻ വേല ചെയ്യുന്നില്ല. പരസ്പരം രാഗദ്വേഷ കലുഷരായി മതമാത്സര്യങ്ങളിൽ പെട്ടുഴലുന്നു. ആധ്യാത്മിക രംഗത്ത് പ്രവർത്തിക്കുന്നവരെന്ന് കരുതുന്നവർ പോലും വലിയ മതമാത്സര്യങ്ങളാണ്. പല മിഷനുകളും പല സിദ്ധന്മാരും ഒക്കെ തമ്മിൽ തന്നെ കടുത്ത മതമാത്സര്യങ്ങളാണ്. ഒരിക്കലും അവരെ കുറ്റം പറയുകയല്ല. മതമാത്സര്യങ്ങളും രാഗദ്വേഷങ്ങളും വന്നാൽ എങ്ങനെയാണ് സർവം ബ്രഹ്മമയം എന്ന അനുഭവം ഉറപ്പുവരിക? ഇടയ്ക്ക് വെച്ച് നിന്ന് പോകുന്നു. അങ്ങനെയുള്ളവരാണ് അവിദ്യയിൽ കഴിയുന്നവരെക്കാൾ കൂരിരുട്ടിൽ എന്ന് ഈശാവാസ്യോപനിഷത്ത് പറയുന്നത്. അവരെക്കുറിച്ചാണ് ഗുരുദേവനിവിടെ പറയുന്നത്. പ്രകൃതി പിടിച്ചു ചുഴച്ചിടും പ്രകാരം സുകൃതികൾ പോലും അഹോ ചുഴന്നിടുന്നു. വികൃതി വിടുന്നതിനായി വേല ചെയ്യില്ല. വികൃതി എന്ന് പറഞ്ഞാൽ ഭൗതിക മോഹം കൊണ്ടുണ്ടാകുന്ന ഭേദചിന്തയും രാഗദ്വേഷവും. ഇതാണ് ഭൗതിക മോഹം കൊണ്ടുണ്ടാകുന്ന ഭേദചിന്തയും രാഗദ്വേഷവും വിടുന്നതിന് വേല ചെയ്യുന്നില്ല. അറിഞ്ഞ് അവർ ലക്ഷ്യം ഉറപ്പിച്ച് പ്രവർത്തിക്കുന്നില്ല. അങ്ങനെയുള്ളവരാണ്. അപ്പോൾ ലക്ഷ്യം ഉറപ്പിക്കാൻ എന്ത് വേണം? ആകൃതി കർമ്മത്തിന്റെ ലേശം പോലുമില്ലാത്ത ബ്രഹ്മാനുഭവം. കൃഷ്ണൻ ഗീതയിൽ പറയില്ലേ, കർമ്മണ്യ അകർമ്മയെ പശ്യേത്. കർമ്മത്തിൽ അകർമ്മത്തെ കാണുക. കർമ്മം വെറും മായ കൊണ്ടുണ്ടെന്ന് തോന്നുന്ന ഭ്രമം, അതിൽ സർവത്ര അകർമ്മത്തെ ബ്രഹ്മത്തെ കാണുക. കർമ്മമില്ലാത്ത വസ്തു, അതാണ് അകർമ്മം. കർമ്മണ്യകർമ്മയെ പശ്യേത് അകർമ്മണി ച കർമ്മയ. ആ കർമ്മമില്ലാത്ത വസ്തുവിലാണ് ഈ കർമ്മചലനം തോന്നുന്നത് എന്ന് മനസ്സിലാക്കുക. എന്ന് പറഞ്ഞാലോ കർമ്മചലനം ഇല്ല. അകർമ്മത്തിൽ എങ്ങനെയാണ് കർമ്മം വരിക? വെറും മായാമയം, കർമാഭ്യാസത്, കർമ്മം ഇല്ലാത്തതാണ്. ആരാണോ കർമ്മത്തിൽ ബ്രഹ്മത്തെയും ബ്രഹ്മത്തിൽ കർമ്മത്തെയും കാണുന്നത് എന്ന് പറഞ്ഞാൽ രണ്ടും കാണണം എന്നല്ല അർത്ഥം. രണ്ടും പരസ്പര വിരുദ്ധമാണ്. ഇതിലൊന്നേ ഉള്ളതാവാൻ പറ്റൂ. അകർമ്മം മാത്രമേ ഉള്ളതാവാൻ പറ്റൂ. കർമ്മം ഒരിക്കലും ഉള്ളതാവാൻ പറ്റില്ല. അപ്പോ കർമ്മമില്ലാത്ത ബ്രഹ്മത്തിൽ വെറും ഒരു മായ മാത്രമാണ് ഈ കർമ്മം എന്നാര് കാണുന്നുവോ സബുദ്ധിമാൻ മനുഷ്യേഷു, അവൻ മാത്രമാണ് മനുഷ്യരിൽ ബുദ്ധിമാൻ. സയുക്ത, അവൻ സത്യം കണ്ടവനാണ്. കൃത്സ്ന കർമ്മകൃത്, അവൻ സകല കർമ്മങ്ങളും താൻ ചെയ്യുന്നു. സൂര്യനായി പ്രകാശിക്കുന്നത് ഞാനാണ്, അവിടെ ഒരു സൂര്യനും വേറെ ഇല്ല എന്നനുഭവിക്കുന്ന ആളാണ് കൃത്സ്ന കർമ്മകൃത്. ഈ അകൃതിയെ വേദാന്തശാസ്ത്രം നൈഷ്കർമ്മ്യ സിദ്ധി എന്നാ പറയുക. ഗീതയും അവസാനം എത്തിച്ചേരുന്നത് നൈഷ്കർമ്മ്യ സിദ്ധി. അസക്തബുദ്ധി സർവത്ര. നൈഷ്കർമ്മ്യ സിദ്ധി ആർക്കാ കിട്ടുക? നൈഷ്കർമ്മ്യ സിദ്ധി എന്ന് വെച്ചാൽ ബ്രഹ്മാനുഭവം, കർമ്മത്തിന്റെ കണിക പോലുമില്ലാത്ത സിദ്ധി, എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ബ്രഹ്മം, നിശ്ചലമായ ബ്രഹ്മം, ആനന്ദഘനമായ ബ്രഹ്മം. ഗുരുദേവന്റെ ഭാഷയിൽ പറഞ്ഞാൽ മൗനഘന അമൃതാബ്ധിയായ ബ്രഹ്മം. ഇതൊന്നും കേട്ട് പേടിക്കരുത്. നമ്മുടെ ഉള്ളിൽ ഇപ്പോൾ തന്നെ അനുഭവിക്കുന്ന ഞാൻ ഭേദചിന്തയും രാഗദ്വേഷവും
പൂർണ്ണമായി വിട്ടുമാറുമെങ്കിൽ ഈ മൗനഘന അമൃതാബ്ധിയായി മാറും. അല്ലാതെ ദൂരെ നിന്നൊന്നും കൊണ്ടുവരേണ്ട കാര്യമല്ല. അങ്ങനെ മാറിക്കിട്ടിയാൽ കർമ്മവുമായി അതിന് ഒരു ബന്ധവുമില്ല. ഒരു ബന്ധവും. കർമ്മവുമായി ബന്ധമുള്ളിടത്തോളം സുഖം ആർക്കും കിട്ടാൻ പോകുന്നില്ല. ഒരു ചക്രവർത്തിക്കും കർമ്മവും കർമ്മഫലവും ആരെയും സുഖിപ്പിക്കുകയില്ല. ഒരിടത്തും അവസാനിക്കുകയില്ല. അതുകൊണ്ടാണ് ഗുരുദേവൻ പറയുന്നത് അകൃതി. ഈ കർമ്മമില്ലാത്ത അനുഭവം നൈഷ്കർമ്മ്യ സിദ്ധി. അതെങ്ങനെ? അസക്ത ബുദ്ധി സർവത്ര അസക്ത ബുദ്ധി. ഈ ലോകത്ത് കാണുന്ന ധർമ്മത്തിലോ അധർമ്മത്തിലോ ഒന്നിലും സംഘമില്ല. അസക്ത ബുദ്ധി സർവത്ര. അതെന്റേത് നിന്റേത് ഒന്നുമില്ല. സർവത്ര അസക്ത ബുദ്ധിയാവണമെങ്കിൽ പുറമേ കാണുന്നതൊന്നും ഇല്ല. ഇല്ലാത്തതിലെന്തിനാ സംഘം? അസക്ത ബുദ്ധി സർവത്ര ജിതാത്മാ വിഗതസ്പൃഹ. അദ്ദേഹത്തിന്റെ മനസ്സ് ഒരേ ഒരു സത്യത്തിൽ തന്നെ സദാ പറ്റുനിന്ന് ആനന്ദിക്കുന്നു. ജിതാത്മാ, മനസ്സിനെ ജയിച്ചവൻ. വിഗതസ്പൃഹ, ഉള്ളിൽ ഒരാഗ്രഹവുമില്ല. അദ്ദേഹം നൈഷ്കർമ്മ്യ സിദ്ധിം പരമാം. ഈ ജീവിതത്തിൽ നേടേണ്ടതായ നൈഷ്കർമ്മ്യ സിദ്ധി, കർമ്മത്തിന്റെ കണിക പോലുമില്ലാത്ത ബ്രഹ്മാനുഭവം, നമ്മളതാണ് ഇപ്പോഴും. ബ്രഹ്മമാണ് ഞാനെന്ന് നമ്മുടെ ഉള്ളിൽ പ്രകടമായിക്കൊണ്ടിരിക്കുന്ന ബോധം. നൈഷ്കർമ്മ്യ സിദ്ധിം പരമാം സന്യാസേനാധിഗച്ഛതി. സന്യാസം എന്ന് വെച്ചാൽ സകല കർമ്മഫലങ്ങളും ത്യജിക്കുന്ന മാനസികാവസ്ഥ. അതാണ് സന്യാസം. അല്ലാതെ പുറമേ ഉള്ള വസ്ത്രധാരണമോ വേഷമോ ഒന്നുമല്ല സന്യാസം. സന്യാസം എന്ന് വെച്ചാൽ ഫലത്യാഗം. സകല കർമ്മഫലങ്ങളും ത്യജിക്കുന്ന മാനസികാവസ്ഥ. കർമ്മഫലം ത്യജിച്ചോളൂ, ഇടതടവില്ലാത്ത ആനന്ദം അനുഭവിക്കാം. പിന്നെ എന്തിനാണ് ഫലകാമന? പക്ഷേ അതിലൊന്നും ആർക്കും ധൈര്യം വരുന്നില്ല. അത് പരീക്ഷിച്ചു നോക്കാൻ തന്നെ ആരും ഒരുമ്പെടുന്നില്ല. അതുകൊണ്ടാണ് ഗുരുദേവൻ പറയുന്നത് അകൃതി ഈ നൈഷ്കർമ്മ്യ സിദ്ധി. കൃതി കർമ്മം, അകൃതി കർമ്മമില്ലാത്ത വസ്തു, അതാണ് ബ്രഹ്മം. ആ അകൃതി ആർക്ക് കിട്ടും? ഫലാഗ്രഹമറ്റ് സകല കർമ്മഫലങ്ങളെയും ഉള്ളിൽ നിന്ന് ഒഴിവാക്കൂ. എനിക്കൊന്നും വേണ്ട, ഒന്നും വേണ്ട. ഭൗതികമായ യാതൊന്നും എനിക്ക് ആവശ്യമില്ല എന്ന് തീരുമാനിക്കൂ. അനന്ത സുഖസ്വരൂപമായ ബ്രഹ്മം ബാക്കി നിൽക്കും. അതാണ് ആകൃതി. ഫലാഗ്രഹം എന്ന് വെച്ചാൽ ഇപ്പൊ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം എന്ന് മാത്രമല്ല, നമ്മുടെ ശരീരം കർമ്മഫലമാണ്. അതിൽ പോലും ആഗ്രഹമില്ല. ബ്രഹ്മമല്ലാത്ത മറ്റെല്ലാം കർമ്മഫലമാണ്. പ്രാണൻ കർമ്മഫലമാണ്, മനസ്സ് കർമ്മഫലമാണ്, ഇന്ദ്രിയങ്ങൾ കർമ്മഫലമാണ്. അല്ലാതെ കർമ്മഫലം എന്ന് വെച്ചാൽ ഇപ്പൊ കൃഷി ചെയ്തു അതിൽ കിട്ടുന്ന വിളവ് അതൊന്നുമല്ല. ഓഫീസിൽ പോയി ജോലി ചെയ്തു ശമ്പളം, അത് മാത്രമല്ല കർമ്മഫലം. ബ്രഹ്മം മാറിയാൽ കർമ്മഫലമല്ല, കർമ്മവും കർമ്മഫലവുമല്ലാതെ ഇവിടെ മറ്റൊന്നുമില്ല. ഈ ശരീരമൊക്കെ കർമ്മത്തിന്റെ ഫലമായി വന്നു കിട്ടിയതാണ്. ആ ശരീരത്തിൽ പോലും സംഘം വരരുത്. ആകൃതി ഫലാഗ്രഹമറ്റ് അറിഞ്ഞിടണം. ഫലാഗ്രഹം ഉപേക്ഷിക്കൂ, ആകൃതി. അതനുഭവിച്ചാണ് ഗുരുദേവൻ പറയുന്നത് അനന്തമായ ആനന്ദാനുഭവ രൂപത്തിലുള്ള ആകൃതി നൈഷ്കർമ്മ്യ സിദ്ധി. കർമ്മഫലത്തിലുള്ള ആഗ്രഹം ഉള്ളിൽ നിന്നും വിടാമെങ്കിൽ ആ നിമിഷം ആർക്കും അത് മറമാറി തെളിയും. ഇപ്പോഴേ അതുണ്ട്. പക്ഷേ ഈ കർമ്മഫലാഗ്രഹം എന്ന മറ, അതിനെന്താ വേണ്ടത്? അതിനുള്ള സാധനയാണ് സമ എന്ന ശക്തിയെ ആശ്രയിക്കൂ. സമതൻ വിശേഷം ഏകം, സമയെ ആശ്രയിച്ചുകൊണ്ട് കാണുന്ന
എല്ലാ വസ്തുക്കളിലും എല്ലാ കാഴ്ചകളിലും ഇത് ബ്രഹ്മം, ഇത് ബ്രഹ്മമല്ലാതെ ഇത് കുളം, അത് മേശ, അങ്ങനെ പോകണ്ട. ഇവിടെ കുളവുമില്ല, മേശയുമില്ല. അത് അന്യയുടെ ഏർപ്പാടാണ്. സമയം സമാശ്രയിക്കൂ, കൃത്രിമമായിട്ടെങ്കിലും ഉറപ്പിക്കൂ, ഇത് ബ്രഹ്മം, ഇത് ബ്രഹ്മം. സമതൻ വിശേഷം ഏകം, എല്ലാം ബ്രഹ്മം. നിരന്തരമായി അത് ഉറപ്പിക്കാമെങ്കിൽ അചിരേണ ആ മാർഗം നമുക്കുള്ളിൽ വ്യക്തമായി തെളിഞ്ഞു കിട്ടും. പൂർണ്ണമാകുന്നത് കുറെ കൂടെ ഉറപ്പിച്ചുറപ്പിച്ച് മുമ്പോട്ട് പോകുമ്പോഴാകട്ടെ ലക്ഷ്യത്തിൽ ദൃഢനിശ്ചയം വേണമെന്ന് മാത്രം. ഇടയ്ക്ക് പ്രകൃതി പിടിച്ചു ചുഴറ്റുന്ന മട്ടിൽ ചുഴലാൻ ഇടയാകാതിരുന്നാൽ മതി. ഇപ്പൊ നടക്കുന്ന കർമ്മങ്ങളൊക്കെ നടക്കട്ടെ, വീട്ടുകാര്യങ്ങൾ, നാട്ടുകാര്യങ്ങൾ, ഓഫീസ് കാര്യങ്ങൾ ഒക്കെ നടക്കട്ടെ. പക്ഷെ ഓരോ നിമിഷവും കാണുന്നതൊക്കെ ബ്രഹ്മം എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് നമ്മുടെ ദൈനംദിന ജീവിതം നയിക്കാൻ കഴിയുമെങ്കിൽ പതുക്കെ പോട്ടെ, തുടങ്ങാം നമുക്ക്. ഇതിനെന്താ തടസ്സം? തുടങ്ങിയാൽ പിന്നെ അത് മനസ്സിന് ആനന്ദവും ശാന്തിയും തരും. നമ്മൾ അറിയാതെ മുമ്പോട്ട് പോകും. പിന്നെ അങ്ങനെ ശാന്തിയും സുഖവും കിട്ടിയാൽ ആരെങ്കിലും വിടുമോ? നിശ്ചയമായിട്ടും പോകും. ധൈര്യമായിട്ട് ഗുരുദേവൻ പറഞ്ഞ സമയസമാശ്രയിച്ചുകൊണ്ട് സർവം ബ്രഹ്മമയം എന്ന യാഥാർത്ഥ്യം, ശാസ്ത്രീയ സത്യം രാപകൽ ഉറപ്പുവരുത്തി മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. ജഗദീശ്വരൻ അതിന് നമ്മയൊക്കെ അനുഗ്രഹിക്കുമാകട്ടെ. നമസ്കാരം.